എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് വില്ലൻ ഇതാ ആ ഒരു അമ്പ് കാണിക്കുന്നു. ആ അമ്പ് നെജിയെ തകർത്തെറിഞ്ഞോ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇല്ല. നമ്മുടെ നെജി ആള് ചില്ലറക്കാരനല്ല. അവൻ വളരെ കഷ്ടപ്പെട്ട് തന്ത്രപരമായി രക്ഷപ്പെട്ടു. അമ്പ് വിട്ടപ്പോ തന്നെ നെജിക്ക് മനസ്സിലാവും അവന്റെ വ്യാഹു കണ്ണിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് വില്ലൻ അറിയാമെന്ന്. അവന് വേദനയെടുത്ത് പൊളയാൻ തുടങ്ങുമ്പോഴായിരിക്കും ആ അമ്പ് വെട്ടിത്തിരിഞ്ഞു വന്ന് അവന്റെ ഷോൾഡർ കുത്തിക്കയറി. ഉടനെ വില്ലൻ ഞെട്ടിയിട്ട് ഒരു മിനിറ്റ് നെജിയെ നോക്കും. വില്ലൻ അവന് കറക്റ്റായിട്ട് അവനെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി വില്ലൻ ആവട്ടെ അവനെ സ്കാൻ ചെയ്യാൻ തുടങ്ങും. നെജി അവന്റെ പവർ ഇപ്പോ കുറേശ്ശെയായിട്ട് പുറത്തെടുത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വില്ലൻ അയച്ച ആ ഒരു അമ്പ് ചക്ര പവർ കൊണ്ട് ദിശ മാറി അവന്റെ ഷോൾഡറിൽ കുത്തിക്കയറിയത്. അപ്പൊ അതേസമയം നെജി ആവട്ടെ ഒരുപാട് രക്തം പോയി ഇപ്പൊ പതിയെ താഴേക്ക് വീഴും. അപ്പൊ നെജിക്ക് കാര്യങ്ങൾ പിടികിട്ടും. അവന്റെ എല്ലാ വീക്ക് പോയിന്റ്സും ഇപ്പൊ വില്ലൻ മനസ്സിലാക്കിയെന്ന്. മാത്രല്ല അവൻ ഇന്നേ വരെ ഫൈറ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പോരാളി. നെജിയെ കൊണ്ട് 360 ഡിഗ്രിയിൽ അവന് റൊട്ടേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ 150 ഫൂട്ട് ദൂരെ ആണെങ്കിൽ അവനെ കൊണ്ട് അത് കറക്റ്റായിട്ട് സാധിക്കില്ല. മാത്രല്ല അവനൊരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. അവിടെ വെച്ച് കറക്റ്റ് അടിക്കുകയാണെങ്കിൽ നെജിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവും. അത് ഒഴിവാക്കാനാണ് നമ്മുടെ ആള് ഫുൾ ടൈം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതായത് ആ ഒരു സ്പോട്ടിൽ അടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതവന്റെ വ്യൂവിനെ ബാധിക്കും. വില്ലൻ ഇങ്ങനെ കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നെജി ആവട്ടെ ആ കത്തി വലിച്ചൂരി അവിടുന്ന് ഓടാൻ തുടങ്ങും. നമ്മുടെ നെജി ഓടുന്ന കാണുമ്പോൾ വില്ലന് മനസ്സിലാവും അവന്റെ വീക്ക് പോയിന്റ് മറക്കാനാണ് ഇപ്രകാരം ഓടുന്നതെന്ന്. നെജി ഓടുന്നതിന് മുൻപേ വില്ലൻ ആവട്ടെ ഒരമ്പ് അവന്റെ വായിന്ന് പുറത്തെടുക്കും. ആ അമ്പിൽ ഒരു വെബും കണക്ട് ചെയ്ത് അവനെ എയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. ഇപ്പൊ നമ്മുടെ നെജി അവൻ 150 അടി വില്ലനെ അപേക്ഷിച്ച് ദൂരെയാണ്. വില്ലന്റെ തൊട്ടടുത്തായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നെജിക്ക് അവനെ അടിച്ചു തോപ്പിക്കാൻ കഴിയും. വില്ലൻ അവനെ കറക്റ്റായിട്ട് എയിം ചെയ്യുമ്പോ നെജി ആവട്ടെ അവനൊരു മരത്തിന്റെ പിന്നില് ഒളിച്ചു നിൽക്കും. അവനിപ്പോ ചക്ര പവർ തീരെയില്ല. മാത്രമല്ല വില്ലൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവന് ഓർമ്മ വരും. ആ വാശിയില് അവൻ ഓടാൻ തുടങ്ങും. വില്ലൻ അമ്പ് വലിച്ചു പിടിച്ച് കറക്റ്റായിട്ട് എയിം ചെയ്ത് നെജിയുടെ തല നോക്കി ഒരൊറ്റ വിടൽ വിടും. അമ്പ് പാഞ്ഞു പോയി നമ്മുടെ നെജിയുടെ തല പിളർന്ന് പുറത്തു പോവും. ആ പവറില് നെജി കറങ്ങി നിലത്തടിച്ച് വീഴുമ്പോ അവന്റെ ബാൻഡ് പോലും തെറിച്ചു പോവും. ചോര തുളുമ്പി അവൻ താഴേക്ക് വീഴും. പക്ഷെ ഭാഗ്യത്തിന് ആ ഒരു അമ്പ് അവന്റെ തലയുടെ ഒരു സൈഡിലായിട്ടായിരിക്കും തറച്ചു കയറിയിട്ടുണ്ടാവുക. പക്ഷെ വില്ലൻ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് നെജിയുടെ തൊട്ടടുത്തെത്തും. കാരണം ഇപ്പൊ നെജിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അവന് നന്നായിട്ട് അറിയാം. വില്ലൻ വായിലൂടെ ഒരമ്പുണ്ടാക്കി നെജിയുടെ വീക്ക് പോയിന്റില് അടിച്ചു കയറ്റാനായിട്ട് അതുമായിട്ട് റെഡിയായിട്ട് നിൽക്കും. കട്ട് ചെയ്ത നെജി ആവട്ടെ അവന്റെ പവർ മുഴുവൻ പോയി തളർന്നലഞ്ഞ് ഇപ്പൊ എന്താ ചെയ്യാന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ഒരു കാര്യം, അവന് പവറും ഇല്ല എണീറ്റ് നിൽക്കാൻ, ബോഡിയിൽ സ്ട്രെങ്ത്തും ഇല്ല. പിന്നെ എന്ത് ചെയ്യും? അവൻ ഒരു മിനിറ്റ് കുട്ടപ്പനെ ആലോചിക്കും. കുട്ടപ്പന് ഇങ്ങനൊരു അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ മരണം വരെ ഫൈറ്റ് ചെയ്യും. അവന് മനസ്സിലാവും തൻ്റെ എല്ലാ ശ്രമങ്ങളും ഇപ്പൊ പരാജയപ്പെട്ടു. ഈ അവസാന സമയത്തെങ്കിലും ഞാൻ കുട്ടപ്പനെ പോലെ ഫൈറ്റ് ചെയ്യണം, ഞാൻ തീർച്ചയായിട്ടും ജയിക്കുമെന്ന് മനസ്സിൽ കണക്കുകൂട്ടി അവൻ അനങ്ങാതെ നിൽക്കും. അപ്പൊ വില്ലൻ വണ്ടടിച്ച് ഇവൻ എന്തുകൊണ്ട് ഓടുന്നില്ല എന്ന് ചിന്തിച്ചു നിൽക്കും. അവൻ കറക്റ്റായിട്ട് ആ ഒരു അമ്പു അയക്കുമ്പോ കാട് മൊത്തം ഇളക്കി മറിച്ച് അത് കറക്റ്റായിട്ട് നെജിയുടെ വയറ്റില് കുത്തി അങ്ങോട്ട് കയറും. അതിന്റെ പവറില് നമ്മുടെ നെജി ആവട്ടെ തെറിച്ച് മുൻപോട്ട് പോവും. ആ പവറില് നെജി പോയി ഒരു മരത്തിൽ ആഞ്ഞടിച്ച് താഴേക്ക് വീഴും. വില്ലൻ അട്ടഹസിക്കുമ്പോ നമ്മുടെ നെജി ആവട്ടെ നൈസായിട്ടൊന്ന് ചിരിക്കും. കാരണം നെജിയുടെ വയറ്റില് ആ ഒരു വെബുണ്ട്. അവൻ അതിലേക്ക് അവന്റെ ചക്ര പവർ കടത്തി വിടുമ്പോ ആ ഒരു പവർ കറക്റ്റായിട്ട് വില്ലന്റെ ഇന്റേണൽ ഓർഗൻസ് തന്നെ അടിച്ച് തെറിപ്പിച്ച് കളയും. അപ്പൊ ഇവൻ ചത്തില്ലായിരുന്നു എന്ന് വില്ലൻ ചിന്തിക്കുമ്പോ അവന്റെ ബോഡി വീണ്ടും വീക്കായിട്ട് ആ ഒരു മരത്തിന്റെ മേലെ നിന്ന് അവൻ പതിയെ താഴേക്ക് വീഴാൻ തുടങ്ങും. ഞാൻ പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നതിന് മുൻപ് നെജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് വലിയ ആപത്താണെന്ന് വില്ലൻ ചിന്തിക്കുമ്പോ ഇവിടെ നെജി ആവട്ടെ ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുമ്പോ ആ സമയത്ത് അവൻ കറക്റ്റായിട്ട് കുട്ടപ്പനെ ആലോചിക്കും. അവൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് വലിയ പ്രതിസന്ധി വന്നാലും അതിനെല്ലാം ചെറുത്തു നിൽക്കും. മാത്രമല്ല ഒരുവൻ തോറ്റു കഴിഞ്ഞാൽ പോലും അവൻ എന്നേക്കുമായിട്ട് തോക്കുന്നില്ല. അത് വിജയത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് മാത്രമാണ്. ഇതെല്ലാം ആലോചിക്കുമ്പോ നെജിക്കാവട്ടെ ആ ഒരു വില്ലനെ കൊന്നു തിന്നാൻ തോന്നും. കട്ട് ചെയ്ത നമ്മുടെ കുട്ടപ്പനും ടീംസും ഒരുപാട് നേരായി കാട്ടിലൂടെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്.
അപ്പൊ കിബയ്ക്ക് വല്ലാത്തൊരു സംശയം തോന്നും. നമ്മൾ പുറപ്പെട്ടപ്പോ 5 പേരായിരുന്നു, ഇപ്പൊ അത് കുറഞ്ഞ് വെറും 3 പേരായി മാറി. എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ തോന്നുന്നു പറയുമ്പോ കുട്ടപ്പനാവട്ടെ, ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല, തീർച്ചയായിട്ടും നെജിയും ചോച്ചിയും ഉടൻ നമ്മുടെ അടുത്തേക്ക് എത്തുന്നു പറയുമ്പോ നാരയ്ക്കാവട്ടെ അവന്റെ ഉള്ളിലെ ടെൻഷനും കൂടി വരും. ജൂനിയർ എക്സാമിൽ പോലും നെജി അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തു, തീർച്ചയായിട്ടും അവൻ തിരികെ എത്തുമെന്ന് കുട്ടപ്പൻ പറയുമ്പോ നെജി ആകെ അപ്സെറ്റ് ആയിട്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തോറ്റു മടങ്ങില്ല, എന്റെ മരണം വരെ ഞാൻ പോരാടി ജയിക്കുമെന്ന് പറഞ്ഞ് നെജി വീണ്ടും ഓടാനായിട്ട് ആരംഭിക്കും. ഇവിടെ നെജി ആവട്ടെ ആ വെബ് മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെ തന്നെ അവിടുന്ന് ചാടി ഓടും. തീർച്ചയായിട്ടും എന്റെ ശത്രു എന്നെ കഴിഞ്ഞും പ്രബലനാണെങ്കിൽ പോലും, എന്റെ ശരീരം ഒട്ടും തയ്യാറായില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും എന്റെ മനസ്സുകൊണ്ട് ഞാൻ ജയിക്കും. ഇവിടെ സ്പൈഡർ തലേനാവട്ടെ അവൻ താഴേക്ക് വീഴുമ്പോ അതിന്റെ ആഘാതം കുറയ്ക്കാനായിട്ട് ഇപ്പൊ പതിയെ പതിയെ വെബ് വിട്ട് താഴെ എത്തും. അപ്പൊ കറക്റ്റായിട്ട് നെജി ചാടി വീണ് അവനെ തലങ്ങും വിലങ്ങും ഇടിക്കാൻ തുടങ്ങും. ഇവിടെ നെജി അവനെ എടുത്തിട്ട് അടിക്കാൻ നേരം അവന്റെ പവർ എല്ലാം തന്നെ പോയി അവൻ നോർമലായിട്ട് മാറും. നെജിക്ക് കുട്ടപ്പനെ ഓർമ്മ വന്നപ്പോ അവന്റെ പവർ ഇപ്പോ ഇരട്ടിയായി തീർന്നു. നെജി ചെറുപ്പം മുതലേ അവൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യും, കാരണം അവന്റെ വീക്ക് സ്പോട്ട് അവന് കറക്റ്റായിട്ട് അറിയായിരുന്നു. അതാരും അറിയാതിരിക്കാനാണ് അവൻ ഇത്രയും നാളും കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ എല്ലാ പവറും ഇപ്പൊ ആ ഒരു ഡാർക്ക് സ്പോട്ടിൽ കേന്ദ്രീകരിക്കും. അതുകൊണ്ട് മാത്രം നമ്മുടെ പയ്യന്റെ ജീവൻ പോയില്ല. അപ്പൊ വില്ലനാവട്ടെ അവൻ ചിരിച്ചിട്ട് പറയും, തീർച്ചയായിട്ടും നീ മരിച്ചു പോവും. അതിന് നമ്മുടെ ആള് പറയും, ഒരിക്കലും ഞാൻ നിന്റെ മുൻപിൽ തോക്കില്ല, കാരണം ഞാൻ ഫൈറ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആള് നീയാണ്. അപ്പോ നെജി വീണ്ടും കുട്ടപ്പൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങും. ഞാൻ വെറും ഒരു നിഞ്ചയല്ല, ഞാനൊരു ജീനിയസ് ആണ്. ഞാൻ തോറ്റാൽ അതിനർത്ഥം ഞാൻ മരിച്ചു എന്നാണ്. നമ്മുടെ വില്ലന് മരിച്ചാ മതിന്നാവും, കാരണം അവൻ നെജിയെ കളിയാക്കിയ ആ ഒരു ടൈം കൊണ്ട് തന്നെ അവന് വേണമെങ്കിൽ നെജിയെ കൊല്ലായിരുന്നു. ഇത്രയും പറഞ്ഞ് ഇപ്പൊ നെജി ആവട്ടെ അവൻ പതിയെ താഴേക്ക് വീഴും. അതുകൊണ്ട് വില്ലൻ വീണ്ടും ചിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നീയും എന്നെ പോലെ മരിക്കുമെന്ന് പറയുമ്പോ നെജി ആവട്ടെ അവന്റെ കൈ നീട്ടി ആ ഒരു ബാൻഡ് എടുക്കും. ഇനി നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യമില്ല, ചെയ്യേണ്ടതെല്ലാം സാസുകയെ ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോ 1 മിനിറ്റ് നെജി ആവട്ടെ സാസുക ആലോചിച്ച് ഒന്ന് സാഡ് ആവും. എന്നിട്ട് വീണ്ടും നെജി നൈസായിട്ട് ചിരിച്ചിട്ട് തീർച്ചയായും സാസുകയെ അവൻ തിരികെ കൊണ്ടുവരും. അവനിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്, അവനെ തടയാൻ ആർക്കും ആവില്ല എന്ന് നെജി കുട്ടപ്പനെ ആലോചിച്ച് പറയുമ്പോ അപ്പൊ വീണ്ടും വില്ലൻ ഒറോച്ചിമാറുവിനെ തടയാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അതിന് നെജി പറയും, നിനക്ക് കുട്ടപ്പനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല, എന്റെ കണ്ണ് തുറപ്പിച്ചതുപോലും കുട്ടപ്പനാണ്, തീർച്ചയായിട്ടും അവൻ സാസുകയെ തിരികെ കൊണ്ടുവരും. നെജി വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പറയുമ്പോ അവൻ പതിയെ പതിയെ വയ്യാതെ താഴെ വീഴും. ഇവിടെ വില്ലനും ഓൾറെഡി ഒരുപാട് അടി കിട്ടിയതുകൊണ്ട് അവന്റെ കാറ്റും പോവും. അപ്പൊ നെജി പഴയ ഇമാജിനേഷനിലേക്ക് പോവും. അവൻ ചെറുപ്പത്തിൽ വളർന്നു വന്നത്, അവന്റെ പപ്പ മരിച്ചത്, കുട്ടപ്പനുമായിട്ട് ഫൈറ്റ് ചെയ്തത്, ഹിനട്ട കുട്ടപ്പയെ അവളെ അടിച്ചു തെറിപ്പിച്ചത് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിക്കും. നെജി പതിയെ കണ്ണു തുറന്ന് എല്ലാം നിനക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോ ഒരു പക്ഷി അവന്റെ കയ്യിലേക്ക് ഒരു തൂവല് പൊഴിച്ചിടും. എന്നിട്ടത് പറന്നകലുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.